പ്രാവിൻകോട് ഷാപ്പ് കണ്ടു കഴിഞ്ഞ് വന്നേക്കാണ്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഭയങ്കരമായ സിനിമ അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ ട്രെയിലറിൽ എന്ത് കണ്ടോ അത് തന്നെയാണ് സിനിമ. അതായത് ഒരു ബ്ലാക്ക് കോമഡി ആയിട്ടുള്ള സിനിമ, അതാണ് ശരിക്കും പറഞ്ഞ സിനിമ. അപ്പോൾ അത് പ്രതീക്ഷ തന്നെ പോയി, ആ സംഭവം തന്നെ എനിക്ക് കിട്ടി. അതായത് എനിക്ക് കണ്ടപ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിൽ കൈ വിട്ട് പോവും, അല്ലെങ്കിൽ ഇത്തിരി കോമഡി ഇത്തിരി ചളിയാവും എന്നൊക്കെ വിചാരിച്ച സംഭവം ചളി ഉണ്ട്. ഇത്തിരി ബേസിൻ്റെ കുറച്ച് ഇതുണ്ട്, എന്നാലും എനിക്ക് അത്യാവശ്യം എനിക്ക് സംഭവം എനിക്ക് നല്ല അതായത് ഞാൻ നല്ല ഇതിലിരുന്ന് ഇങ്ങനെ കണ്ട് ഞാൻ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബോറായിട്ട് അല്ലെങ്കിൽ അങ്ങനെ തോന്നിച്ചല്ലോ. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ബേസിൻ്റെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി ഒരു ഇത് തോന്നി. പിന്നെ ലാസ്റ്റ് കറക്റ്റ് ഒരു ബ്ലാക്ക് കോമഡി പടം പോലെ കറക്റ്റ് നല്ല അത്രയും ഒരു ഇതിൽ തന്നെ എടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് സിനിമ ശരിക്കും പറഞ്ഞാൽ. ബേസിൽ അതുപോലെ തന്നെ നമ്മുടെ അതിൻ്റെ പേരും പറഞ്ഞു പോയില്ല. പിന്നെ ചെമ്മൻ വിനോദ്, പുള്ളിയൊക്കെ സ്ക്രീനിൽ വരുമ്പോൾ ഒരു വൈബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ സൗബിനൊക്കെ സൗബിൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ക്യാരക്ടർ പുള്ളി പക്കയായിട്ട് എടുത്തില്ല. പുള്ളി ഒരു രക്ഷയിലുണ്ടായില്ല കേട്ടോ. പുള്ളിയൊക്കെ ഒരു പക്ക സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളി. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ മ്യൂസിക് BGM ആ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അതായത് സിനിമ മൊത്തത്തിൽ നല്ല രസമുണ്ട്. പക്ഷേ ആർക്കും അങ്ങനെ ഏൽക്കൂല, എല്ലാവർക്കും അങ്ങനെ ഏൽക്കാനും ചാൻസ് കുറവ്. പിന്നെന്താ പറയുക, ചിലർക്ക് ഇത് കാണുമ്പോൾ കോമഡി ഭയങ്കര ബോറായിട്ട് തോന്നിക്കുക, ആ ഒരു ടൈപ്പ് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. മിക്കവർക്കും അങ്ങനെ തോന്നിയേക്കും. പിന്നെ ഫാമിലിക്കൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഒരു വഴിയുമില്ല. ഇത് ഒരു വെറൈറ്റി പടം. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടിരിക്കാൻ നല്ല ഇതായിട്ട്. ഇത് OTT വരുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അയ്യോ ഇത് തിയേറ്റർ കാണണമായിരുന്നു, അയ്യോ ഇത് റിപ്പീറ്റ് വാല്യൂ സിനിമയാണ്, ചിലപ്പോൾ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു പടത്തിൻ്റെ നീക്കം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ പിന്നെ പുള്ളിയുടെ ബേസിൻ്റെ ക്യാരക്ടർ, എനിക്ക് എന്താ പറയുക, ബേസിൻ്റെ ക്യാരക്ടർ ആ ഒരു ബേസിൻ്റെ വേറെ ഇങ്ങനത്തെ ഒരു ജോണറിൽ പുള്ളീനെ കൊണ്ടുവരുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ എന്നാലും വേറെ ആളുടെ ഞാൻ വയ്ക്കായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഈ സിനിമയിൽ. പിന്നെ ചില സീൻസൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ചില ഷോട്ട്, അതുപോലെ തന്നെ ചില വിഷ്വൽസൊക്കെ ഒരു മാരകമാണ് ചെയ്യുന്നത്. അത് നല്ല എനിക്ക് തോന്നുന്നത് ഈ തിയേറ്റർ ഒരു രക്ഷയില്ല കേട്ടോ സംഭവം. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മലയാള സിനിമ വേറൊരു മലയാള സിനിമ പോലെ കാണാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ. മലയാള സിനിമ ചെയ്തിട്ട് കാണാത്ത രീതിയിലുള്ള ഈ സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അതൊക്കെ ലാസ്റ്റിലേക്കൊക്കെ എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ ഇൻ്റർവെല്ലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മിക്കവർക്കും ഇൻ്റർവെൽ കഴിഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഇത് പോയിട്ടുണ്ടാവുക. ചിലർക്ക് സിനിമ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് സിനിമ മൊത്തത്തിൽ എനിക്ക് സൂപ്പറും അല്ല ബോറും അല്ല, അതിനെ ഒരു ഇത് കുഴപ്പമില്ല എന്ന രീതിയിൽ. ശരിക്കും ചില സിനിമ അങ്ങനെ എനിക്ക് പറയാൻ പറ്റാറില്ല. കാരണം ചിലതൊക്കെ എനിക്കൊന്നും പറയാൻ എനിക്ക് മടുപ്പ് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് അങ്ങനെ മടുപ്പായിട്ട് തോന്നില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടു. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുന്നുള്ളവർക്ക് കണ്ടോ. പക്ഷേ നിങ്ങൾ നല്ല പടം, ഇതിപ്പോൾ ഒരു ബ്ലാക്ക് കോമഡി പടം, ചിരിക്കാൻ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളവർ പോയി കാണാം. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഈ നെൽസൻ്റെ സിനിമകളൊക്കെ അങ്ങനെയാണ് മൊത്തത്തിൽ. ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു, പിന്നെ ഇഷ്ടമായി. അപ്പോൾ ബൈ.